സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കാരണം ഇത് പലർക്കും ദഹിക്കാത്ത കാര്യം ഇതൊക്കെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കറാമത്തുകളൊക്കെ പറയുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർ ഓരോ കാര്യങ്ങളും നമ്മുടെ അനുഭവങ്ങൾ പലതും പറയണമെന്നുണ്ട്. പക്ഷേ ലൈവായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോ മക്ബറുകൾ സിയാറത്ത് ചെയ്യാറുണ്ട്. ഏർവാടിയിൽ പോകാറുണ്ട്, ആറ്റാങ്കരയിൽ പോകാറുണ്ട്, നാഗൂർ പോകാറുണ്ട്, മുത്തുപേട്ടയിൽ പോകാറുണ്ട്. ഇവിടെയൊക്കെ പോകുമ്പോൾ ആ മഹാന്മാരുമായിട്ട് വല്ലാത്ത ഒരു ബന്ധം, അവിടുത്തെ മക്കാമുകളുമായിട്ട് വല്ലാത്തൊരു ബന്ധം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാരുമായിട്ടുള്ളൊരു ബന്ധം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ മുത്തുപേട്ടയിൽ, ഞാനിങ്ങനെ മുത്തുപേട്ടയിൽ പോകുമ്പോൾ ഇപ്പം അവിടെ ഇന്നലെ 2 ദിവസം മുമ്പ് ഒരു വലിയ കാറ്റ് വരുന്നു. എന്തൊക്കെയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവർ, 2 വർഷം മുമ്പ് ഇതേപോലെ ഒരു കാറ്റ് വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു പള്ളിയുടെ മുകളിലുള്ള സീറ്റുകളൊക്കെ അടിച്ചു മാറ്റുക. അപ്പോൾ ചോദിച്ചു പറഞ്ഞ് കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് ഈ കാറ്റ് വന്നപ്പോൾ എല്ലാം പറന്നുപോയി. അപ്പോൾ പറഞ്ഞു ഈ പരിസരത്തുള്ള വീടുകൾ മുഴുവനും, ഏകദേശമുള്ള വീടുകൾ, തെങ്ങുകളൊക്കെ 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒടിഞ്ഞു പറന്നു പോകുക, വണ്ടികൾ നിർത്തിയിട്ടിരുന്ന വണ്ടികൾ പോലും. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങളൊക്കെ എന്ത് ചെയ്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഈ മക്കാമിനകത്ത് ആണും പെണ്ണും ഇല്ല. രാത്രി 12 മണി സമയമായപ്പോൾ സുബഹി വരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നത് വരെ എല്ലാവരും ആ മക്ബറയ്ക്കകത്ത്. അപ്പോൾ സേഫ് അവിടാണെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ്. കാരണം അവിടെ കിടന്നുറങ്ങുന്നത് സാധാരണ ആളല്ലല്ലോ, അള്ളാഹു ആദരിച്ചവരല്ലേ. അള്ളാഹു അവരുടെയൊക്കെ മഹത്വം കൊണ്ട് അള്ളാഹു നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. പിന്നെ പലർക്കും തെറ്റിദ്ധാരണകളാണ് മഹാന്മാരെ കുറിച്ച് പറയുമ്പോൾ, സയ്യിദന്മാരെ കുറിച്ച് പറയുമ്പോൾ തെറ്റിദ്ധാരണകൾ. അതങ്ങനല്ലേ, അവിടെയല്ലേ ചോദിക്കേണ്ടത്, ഇവിടെയല്ലേ? അത് നിന്റെ തെറ്റിദ്ധാരണയാണ്. എല്ലാവരും ഏതെങ്കിലും പുസ്തകങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന വാചകങ്ങൾ മാത്രമല്ല. മുഹീദ്ദീൻ മാലയൊക്കെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. ആരാ പറഞ്ഞത്? അത്ഭുതം തോന്നിയിട്ടുണ്ട് സഹോദരങ്ങളെ. നമ്മൾ ചിന്തിച്ചു നോക്ക്. ഞാനൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ ഇശായിക്ക് എടുത്ത ഒളു കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ സുബഹി നിസ്കരിച്ചു. അത് എത്രയോ കൊല്ലം. മഹാനവറുകൾ ഒറ്റ രാത്രിയിൽ നിന്നുകൊണ്ട് ഖത്തമോദി തീർത്തു എന്ന് ഞാനിങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് തന്നെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. പഠിച്ചോനെ, ഇത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഒറ്റ രാത്രി കൊണ്ട് ഖത്തം തീർക്കാന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുമോ? എനിക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു 2 ദിവസം മുമ്പ്, ഒരു 2-3 ദിവസം മുമ്പ് ഞാനിങ്ങനെ പരിശുദ്ധമായ ഖുർആൻ ഒരു ഖത്തം ഓതേണ്ട ആവശ്യം വന്നു. ഞാൻ ഓതിയത് പറഞ്ഞ് അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തുകയല്ല, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ വേണമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഖത്തം തീർക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ഞാൻ രാവിലെ ഒരു 10 മണി, എനിക്ക് 10:10 ഞാൻ ഓതാനിരുന്നു. കറക്റ്റ് 3 മണിയായപ്പോൾ ഞാൻ 14 ജുസുവോളം ഇരുന്ന് ഓതി. 5.5 മണിക്കൂർ കൊണ്ട് ഞാൻ പരിശുദ്ധമായ ഖുർആൻ നമ്മളെ കൊണ്ട് പറ്റും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ മഹത്വം പറഞ്ഞതല്ല. ആ ഒരു 5-5.5 മണിക്കൂർ കൊണ്ട് ഖുർആനിൻ്റെ പകുതിയോളം 13.25 ജുസുവോളം എനിക്ക് ഓതി തീർക്കാൻ കഴിഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ചു, ഒരു രാത്രി കൊണ്ട് വേണമെങ്കിൽ 2 ഖത്തം തീർക്കാൻ പറ്റും. നമ്മൾ സാധുക്കളായ ജാഹിലുകളായ ഒരു വിവരവും ഇല്ലാത്ത നമുക്കോതാൻ പറ്റിയിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ വലിയകൾ, ഉലിയാക്കന്മാർ, അവർക്കൊക്കെ ഓതാൻ കഴിയും സഹോദരങ്ങളെ. പക്ഷെ നമ്മളവരെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നില്ല. അത് ജീവിതത്തിൽ അനുഭവങ്ങൾ വരുമ്പോഴേ നമുക്കൊരു മനസ്സിലാക്കാൻ കഴിയൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അവരെ കുറിച്ച് പറയൽ, ആ മഹാന്മാരെ കുറിച്ച് പറയൽ, അള്ളാഹു ആദരിച്ച സ്വാലിഹീങ്ങളെ കുറിച്ച് പറയൽ കഫാറത്തുന്നത് പാപം പൊറുക്കുന്ന കാര്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വദികുറുൽ മൗതി, മരണത്തെ ഓർക്കുന്നത് സദഖയാ. മരണത്തെ കുറിച്ച് ഓർക്കുന്നത് സദഖയാണ്. ആരാ പറയുന്നത്? മുത്തുനബിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, മരണത്തെ കുറിച്ച് ഓർക്കുന്നത് സദഖയാ. എന്നിട്ട് പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, വദികുറുൽ ഖബരി യുഖരിബു മിനൽ ജന്നാ. എന്തിനാ 1 മണിക്കൂറത്തെ വാഴെന്തിനാ? ഈ പറഞ്ഞ 4 അറിവ് മതിയല്ലോ എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാറ്. അമ്പിയാക്കന്മാര്, പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നത് തന്നെ ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യമാണ്. അള്ളാഹു ആദരിച്ച മഹാന്മാരുണ്ടല്ലോ, അത് സയ്യിദന്മാരാകട്ടെ, പണ്ഡിതന്മാരാകട്ടെ, ഈ നാട്ടിലെ ഏതെങ്കിലും അള്ളാഹു ആദരിച്ച നല്ല നല്ല അത്തമാര്, അപ്പമാര്, ഉപ്പമാര്, എത്രയോ നല്ലവരുണ്ടല്ലോ. അവരെ കുറിച്ച്
പറ, ഈ പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടക്കുന്ന 5 വഖത്ത് നമസ്കരിച്ചിരുന്ന നിസ്കാരത്തടമ്പുള്ള പടച്ചറപ്പിനെ പേടിച്ചു ജീവിച്ചിരുന്ന വെള്ളിയാഴ്ച രാവിലെ മരണപ്പെട്ടു പോയ നിങ്ങൾ പലരും മയ്യത്ത് കണ്ടപ്പോ കൊതിച്ചു പോയല്ലോ ഇവരെ പോലെ ഒന്ന് മരിക്കാൻ. പടച്ചവനെ, പള്ളിക്കകത്ത് കിടന്ന് മരിച്ചവരുണ്ട്, നിസ്കാരപ്പായിൽ കിടന്ന് മരിച്ചവരുണ്ട്, 27-ാം രാവിലെ മരിച്ചവരുണ്ട്, വെള്ളിയാഴ്ച ജുമയ്ക്ക് മുമ്പേ പള്ളിപ്പറമ്പിലെ ഖബറിലിറക്കി വെച്ചവരുണ്ട്. അങ്ങനെ അള്ളാഹു ആദരിച്ചവരെ കുറിച്ച് പറയുന്നത് പാപം പൊറുക്കാനുള്ള കാര്യമാ. മൂന്നാമതായിട്ട് പറഞ്ഞു, നിങ്ങൾ മരണത്തെ ഓർക്കണേ, നിങ്ങൾ മരിക്കേണ്ടവരാണെന്ന് നിങ്ങൾ ഓർക്കണേ. അത് സദഖ കിട്ടുന്ന കാര്യമാ, അത് സദഖയുടെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അവിടുന്ന് 4-മതായി പറയുകയാണ്, വദിക്റുൽ ഖബരി, നിങ്ങൾ ഖബറിനെ കുറിച്ച് ഓർക്കണേ, നിങ്ങൾ ഖബറിനെ കുറിച്ച് ഓർക്കണേ. ഞാനും നിങ്ങളും അവസാനം പോയി കിടക്കേണ്ട ഖബറുണ്ടല്ലോ, ആ ഖബറിനെ കുറിച്ച് ഓർക്ക് സഹോദരാ. ആ ഖബറിനെ കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, യുഖർരിബുകും മിനൽ ജന്നാ, പള്ളിപ്പറമ്പിലെ ഖബറിനെ കുറിച്ച് ഓർത്താ അത് സ്വർഗത്തിലേക്ക് നിന്നെ അടുപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അത് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യമാണ്. ഖബറിനെ കുറിച്ച് ഓർക്കുന്നവന്റെ ഹൃദയത്തിൽ വല്ലാത്ത മാറ്റമാ. പക്ഷേ നമ്മളത് ആഗ്രഹിക്കുന്നില്ലല്ലോ, നമ്മളതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇസ്നതാനി യക്റമുഹുമാ ഇബ്നു ആദം, ആദമ സന്തതികൾക്ക് 2 കാര്യം വെറുപ്പാണ്. അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, 2 കാര്യം ആദമിന്റെ മക്കൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാ. ഈ പറയുന്ന എനിക്കും ഇഷ്ടമില്ല, കേൾക്കുന്ന നിങ്ങൾക്കും ഇഷ്ടമില്ല. നമുക്ക് ഇഷ്ടപ്പെടാത്ത 2 കാര്യങ്ങളുണ്ട്. അതിലെ ഒരു കാര്യം എന്തെന്നറിയുമോ? റസൂലുള്ളാഹി പറയുകയാ, അൽ മൗത്ത്, മരണത്തെ കുറിച്ച് പറയുന്നത്, മരണത്തെ കുറിച്ച് ഓർക്കുന്നത് ആദമിന്റെ മക്കൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾക്ക് മരണത്തെ കുറിച്ച് പറയുന്നത് തന്നെ ഇഷ്ടമല്ല. മരിക്കണമെന്നുള്ള ചിന്ത നമുക്കില്ലല്ലോ. എന്തിനാ ഇത് പറഞ്ഞു ഭയപ്പെടുത്തുന്നത്? മരണത്തെ കുറിച്ച് പറയുന്നത് തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാ. പക്ഷേ ഓർക്കണം ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ടവരെ, മരണത്തെ കുറിച്ച് ഓർക്ക്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദ് നബവിക്കകത്തിരുന്ന തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടി വീരമൃത്യം വരിച്ച ഒരു ശുഹദാ ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ ബദരീങ്ങൾ ഉണ്ടല്ലോ. ആ ശുഹദാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന 7 പ്രതിഫലം എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് തന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു വന്നപ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞങ്ങൾക്ക് യുദ്ധത്തിന് പോകാൻ കഴിയില്ലല്ലോ, ഞങ്ങൾ പെണ്ണുങ്ങളാണല്ലോ, ഞങ്ങൾക്ക് ഷഹീദാകാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നബിയേ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന വല്ല സൽക്കർമ്മമുണ്ടോ നബിയേ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന വല്ല നന്മയുമുണ്ടോ നബിയേ? റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ, നാളെ ശുഹദാക്കളുടെ കൂടെ ഒരുമിച്ച് കൂടണോ? സയ്യിദു ശുഹദാഇ ഹംസ റളിയല്ലാഹു തആല അൻഹു മുതൽ ഒരുപാട് സ്വഹാബത്ത് ഷഹീദായല്ലോ, ഒരുപാട് ശുഹദാക്കളുണ്ടല്ലോ. ഈ ശുഹദാക്കളുടെ കൂടെ ഹംസ റളിയല്ലാഹു തആല അൻഹു കയ്യും കാലും കരളും വരെ കൊടുത്ത സഹാബിയല്ലേ. പഠിച്ചവരെ, എത്രയോ സ്വഹാബത്തിന്റെ ചരിത്രം പഠിച്ചവരാ. ഈ ശുഹദാക്കളുടെ കൂടെ നാളെ ഒരുമിച്ച് കൂടണോ? അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അവിടെ
അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ആയിഷ ആയിഷ, നിങ്ങൾക്ക് ആർക്കെങ്കിലും നാളെ ശുഹദാക്കളുടെ കൂടെ ഒരുമിച്ച് കൂടണോ? ഒന്നാമതായിട്ട് പ്രവാചകൻ പറഞ്ഞു കൊടുത്തു, ഒരു ദിവസം നീ 20 പ്രാവശ്യം രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ പാതിരാത്രി കിടപ്പറയിലേക്ക് പോയി കിടന്നുറങ്ങുന്നതിന് മുമ്പ് 20 പ്രാവശ്യം നീ ചിന്തിക്കണം, അല്ലാഹുവേ ഞാൻ മരിച്ചു പോകുമല്ലോ അല്ലാ, ഞാനും മരിച്ചു പോകുമല്ലോ അല്ലാ. 20 പ്രാവശ്യം ഓർക്കാ നമ്മളെ കൊണ്ടാരെ കൊണ്ടാ കഴിയുക? 20 പോയിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഈ ദുനിയാവിന്റെ തൊടിക്ക് മുകളിലൂടെ ഞാനും നിങ്ങളും നടക്കുന്നല്ലോ. ഒരു വട്ടമെങ്കിലും നീ പള്ളിപ്പറമ്പിലേക്ക് പോകേണ്ടവനാണെന്നുള്ള ഓർമ്മ വന്ന 5 നേരം നിസ്കരിക്കാൻ ഈ പായിപ്പാട് പള്ളി തികയില്ലല്ലോ. ഈ പായിപ്പാടിന്റെ പരിസരത്തുള്ള ചെറുപ്പക്കാര്, ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾ, അല്ലാഹുവേ ഞാൻ മരിക്കേണ്ടവനാണെന്നുള്ള ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ 20 പ്രാവശ്യം ഓർക്കണ്ട, ഒരേ ഒരു പ്രാവശ്യം ആ ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ മുസമ്മിൽ ഉസ്താദ് തൊണ്ട പൊട്ടികെട്ട് വിളിക്കുന്നു, ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ, വിജയത്തിലേക്ക് വാ. ഇത് വിളിക്കുന്നത് അള്ളയല്ലേ, ഇത് വിളിക്കുന്നത് പടച്ചറബല്ലേ. ആ വിളിക്ക് ഈ പള്ളി തികയുമായിരുന്നോ സഹോദരാ? പടച്ചറബേ, വിഷമങ്ങൾ തോന്നാറുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. നമസ്കാരങ്ങൾ നടക്കുമ്പോ കയ്യിലെണ്ണാവുന്നവര് മാത്രം ഇന്ന് അസർ നമസ്കാരത്തിന്റെ സമയമെത്തിയപ്പോ അത്ഭുതമായി പോയി പടച്ചവര്. ബാങ്ക് വിളിച്ചിട്ട് ഇഖാമത്ത് കൊടുക്കാൻ ഒരാളെ കാത്തു നിൽക്കുകയാ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇഷ്ടപ്പെടൂല, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ, ഒരു ദിവസം 20 പ്രാവശ്യം അല്ലാഹുവേ ഞാൻ മരിച്ചു പോകുമെന്ന് ചിന്തിക്കുന്നവന് നാളെ ഷഹീദിന്റെ കൂലി ശുഹദാക്കളുടെ കൂടെ ഒരുമിച്ച് കൂടും. 20 വേണ്ടായിരുന്നു, ഒരു വട്ടം ഓർമ്മയുണ്ടെങ്കിൽ ഈ ഗതി വരുമോ? നിങ്ങളാരെയും കുറ്റപ്പെടുത്തിയതല്ല, നിങ്ങളാരും നിസ്കരിക്കാത്തവരെന്നല്ല. ഞാൻ ഇന്ന് നോക്കുമ്പോ ഇവിടെ ഈ മെഷീൻ ഇട്ടത് കാരണം ബാങ്ക് കൊടുത്തത് കേട്ടില്ല. കഥകൾ തുറന്നപ്പോൾ മുസമ്മിലിസ്ത കറങ്ങ ഇഖാമത്ത് കൊടുക്കാൻ ആളില്ല, ഞാൻ ആരായി പോയില്ലോ. അതിപ്പോഴങ്ങാണ്ടൊരു പാവപ്പെട്ടൻ കയറി വന്നു. അതുകൊണ്ടാ അല്ലാഹു അഅലം. നിങ്ങൾ ചിന്തിക്ക്, മരിക്കേണ്ടവനാണെന്നുള്ള ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ കേരളത്തിലെ പള്ളിക്കകത്ത് ഇല്ല. ഇങ്ങനെ നടക്ക്. ഒരു ദിവസം ഇതിനകത്ത് നിന്നെ കൊണ്ടുപോക്കും, അന്നറിയാം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കൊണ്ടുപോക്കുമല്ലോ പടച്ചവൻ ഒരു ദിവസം. എത്ര കോടി നടക്കുന്നവനാണെങ്കിലും എത്ര സമയമില്ല അല്ലേ? പള്ളിക്കകത്ത് കയറി നിസ്കരിക്കാൻ സമയമില്ല, ഒന്നിനും സമയമില്ല. തിരക്കിക്കോ. അതല്ല നിനക്ക് തന്നിരിക്കുന്ന ശിക്ഷയാ, നിന്റെ ജോലി പള്ളിപ്പറമ്പിൽ പോകുന്നവരെ തീരൂല. നിന്റെ തിരക്ക് ഒരു കാലത്തും തീരൂല. ആ തിരക്ക് നിനക്ക് അല്ല തന്നിരിക്കുന്ന പണിഷ്മെന്റാ. ഈ മിസിയം കറങ്ങുന്നത് പോലെ നിന്റെ ആയുസല്ല കറക്കും. ഒരിക്കലും നിന്റെ ഈ ജോലി തീരൂല. ഒരിക്കലും തീരാത്ത ജോലി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്ക്, നമ്മൾ എവിടെ എത്തിയെന്ന്, നമ്മൾ എവിടെ പോയി, നമ്മുടെ അവസ്ഥയെ കുറിച്ച് ഓർക്കുന്നില്ല. പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് കടയും തുറന്നിട്ടിരിക്ക, കച്ചവടക്കാരെല്ലാം അല്ലാഹുവേ നിസ്കരിക്കാൻ പോയാ. എടാ പഹയ, ചിന്തിക്കടാ. നീ അള്ളാന്റെ ഖുർആൻ എടുത്ത് വായിച്ചു നോക്കാത്തതെന്തേ? നീ കിടന്ന് പള്ളിക്കകത്ത് കയറാതെ ഈ കിടന്ന് പരക്കം പായുന്നല്ലോ. നിസ്കാരം പള്ളിയുടെ മുന്നിൽ പോയാലും കേറുന്നില്ലല്ലോ നിസ്കരിക്കാൻ. എന്താ ചിന്തിക്കുന്നത്? അല്ലാഹുവേ ഞാൻ പോയി കഴിഞ്ഞാൽ അല്ലാ എൻ്റെ ജോലി പോയി, എൻ്റെ ശമ്പളം പോയി, എൻ്റെ പൈസ പോയി, എൻ്റെ ഭാര്യക്കാര് ചെറുവിന് കൊടുക്കും, എൻ്റെ മക്കൾക്കട അല്ല കൊടുക്കൂടാ. എന്റെ പൊന്നാര സഹോദരങ്ങളോട് പറയുന്ന അല്ല കൊടുക്കും. അല്ലയല്ലേ പറഞ്ഞത് കൊടുക്കാന്ന്? അല്ലയാണ് പറയുന്നത്. സൂറത്തു ത്വാഹ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ത്വാഹയിലൂടെ അല്ലാഹു പറയുകയാ, 5 നേരം നമസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന് ഞാനാണ് പ്രതിഫലം കൊടുക്കുന്നത്. അവിടുന്ന് പറയുകയാണ്, 5 നേരം ആരാണോ നമസ്കരിക്കുന്നത്, തന്റെ കുടുംബക്കാരെ കൊണ്ട് നമസ്കരിപ്പിക്കുന്നത്, ആ നമസ്കരിക്കുന്നവന് അല്ലാഹു കൊടുക്കാമെന്ന് പറഞ്ഞ 1ാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു.
കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ. അതാ നമസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ നമസ്കരിക്കുന്ന മനുഷ്യന് മരിക്കുന്ന കാലം വരെ ഞാൻ ഭക്ഷണം കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹ് പറയുകയാ, 5 നേരം ആരാണോ നമസ്കരിക്കുന്നത് ആ നമസ്കരിക്കുന്നവന് ഞാൻ തരും ഭക്ഷണം മരിക്കുന്ന കാലം വരെ. അവിടെ നിന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, സൂറത്തു ത്വാഹ അവിടെ നിന്ന് പറഞ്ഞു തരുന്നു, നിനക്ക് മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം, നീ പേടിക്കണ്ട. എന്നിട്ട് അല്ലാഹ് പറയുക, നമ്മൾ അല്ലാഹ്ക്ക് അറിയാം, നമ്മൾ ഉടനെ മുടന്ത ന്യായം ചോദിക്കുമെന്ന് അല്ലാഹ്ക്ക് അറിയാം. അതുകൊണ്ട് അല്ലാഹ് പറയുക, എടാ നീയല്ല ഭക്ഷണം ഉണ്ടാക്കുന്നവൻ, റാസിക്ക് നീയല്ല, ഞാനാ. അല്ലാഹ് പറയുന്നു, റിസ്ക് തരുന്നവൻ ഞാനാ, നീയല്ല. നിനക്ക് റിസ്ക് തരുന്നവൻ ഞാനാ, ഞാൻ തരും നിനക്ക്. നീ ഈ നിസ്കരിക്കാത്തത് ഈ പൈസയുടെ പേരിൽ, ഈ ഭക്ഷണത്തിന്റെ പേരിലാണെങ്കിൽ അതല്ല മോനെ, ഞാൻ തരാം മരിക്കുന്ന കാലം വരെ നിനക്ക് തിന്നാനുള്ള ഭക്ഷണം. നീ പള്ളിക്കകത്ത് കയറി നിസ്കരിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. എന്താ വിശ്വസിക്കാൻ മടിയുണ്ടോ? വിശ്വസിക്കാൻ മടിയുണ്ടോ? ഏതാ മുസമ്മിൽ ഉസ്താദ് ആയത്തിനെ മറന്നുപോയി, അള്ളാഹു ഓർമ്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായിരുന്നു? അള്ളാഹുവിന്റെ ഒരു 3 സ്വലാത്ത് പറഞ്ഞ സ്വല്ലല്ലാഹു ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുക വല്ലാ ആദിയങ്ങ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുക വൽ ആഖിബത്തു ലിത്തഖ്വ. വിശുദ്ധ ഖുർആൻ സൂറത്ത് താഹ എടുത്ത് നോക്കുക, 132-ാമത്തെ ആയത്തെന്നാണ് തോന്നുന്നുണ്ട് ഓർമ്മ. അല്ലാഹ് പറയാ, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ വിശ്വസിക്കുക. അല്ലാഹ് പറഞ്ഞു, ഞാൻ തരും ഭക്ഷണം നിനക്കും നിന്റെ കുടുംബത്തിനും. എന്ത് ചെയ്താൽ മതി? തലകുത്തി നിൽക്കാൻ അല്ലേ? തലകുത്തി നിൽക്കാൻ, അല്ലെങ്കിൽ കടക്കകത്ത് പോയിരിക്കും. അല്ലാഹ് പറഞ്ഞില്ലടാ ഞാൻ തരും നിനക്ക് ഭക്ഷണം. അപ്പൊ നീ ചോദിക്കും, ഉസ്താദെ അപ്പൊ ഞാൻ കടയിൽ പോണ്ടേ, എനിക്കെന്താ? എന്നാൽ നിന്റെ ഈമാൻ പോലെ ഇരിക്കും. ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ കടയിൽ പോവാ. അൻസാരിയാണെങ്കിൽ ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ സവാള പൊക്കാൻ പറ്റത്തുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ആരോഗ്യമുണ്ടെങ്കിലല്ലേ പറ്റൂ. ഇല്ലെങ്കിൽ വീടിനകത്ത് കടപ്പിൽ കിടന്ന് മൂത്രമൊഴിക്കണ്ടേ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കടയിൽ കച്ചവടം ഉണ്ടാവണമെങ്കിൽ പള്ളി കയറണ്ടേ? നിസ്കരിക്കണം. കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ, നല്ല കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മ ഇല്ലേ, ഉമ്മ മരണപ്പെട്ടു പോയി. അള്ളാഹു ഉമ്മയുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, അള്ളാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ മുഖത്ത് കാണുന്ന ഒരു പുഞ്ചിരി അള്ളാഹു എപ്പോഴും നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കരിച്ച് കഴിഞ്ഞാൽ എല്ലാം പുറകിൽ വരും, പിന്നെ ഒന്നും പേടിക്കണ്ട. അതുകൊണ്ട് നമസ്കരിക്കാൻ പള്ളിക്കകത്ത് കയറ്. ആ സമയത്ത് വരുന്ന കച്ചവടക്കാരൻ്റെ അവൻ്റെ പൈസ വേണ്ട, അങ്ങനെ കരുതിയാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആയുസ് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ, ആ മരണത്തെക്കുറിച്ച് പറയുന്നത് ആരും ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, ആയിഷ, നാളെ ശുഹദാക്കളുടെ കൂടെ നിനക്ക് ഒരുമിച്ച് കൂടണോ? ഷഹീദിന്റെ കൂലി കിട്ടുന്ന, പ്രതിഫലം കിട്ടുന്ന ഷഹീദിന്റെ കൂലി നിനക്ക് കിട്ടണോ? റസൂലുള്ളാഹി പറഞ്ഞു, 20 പ്രാവശ്യം നീയും മരിക്കുമെന്ന് നീ അവിടെ നിന്ന് മരണത്തെക്കുറിച്ച് ഓർത്താൽ നിനക്ക് അല്ലാഹു നാളെ ഷഹീദിന്റെ കൂലി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതമെടുത്ത് മാറ്റിവെച്ച ഒരാളെ കൂലിക്ക് നിർത്തിയിരിക്കുകയാ. എന്തിനാ ഉമർ ചിരിക്കുന്നത് കണ്ടാൽ? ഉമറിന്റെ ചാരത്ത് വന്നിട്ട്, ഖലീഫയായ ഉമറിന്റെ ചാരത്ത് വന്നിട്ട്, ഉമറേ നീ മരിച്ചു പോകും ഉമറേ എന്ന് മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ സ്വന്തം പൈസ കൊടുത്തിട്ട് ഒരാളെ കൂലിക്ക് നിർത്തിയ സ്വഹാബിയാണ്.
മരിക്കുമെന്ന് പറയാൻ വേണ്ടി മാത്രം ഒരാളെ തയ്യാറാക്കി വെച്ചിരുന്നു മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഒരു ദിവസം ഉമർ തങ്ങൾ അതാ ജോലിക്ക് നിൽക്കുന്ന സ്വഹാബിയെ വിളിച്ചു. കൊടുക്കാറുള്ള പൈസ കൊടുത്തിട്ട് പറഞ്ഞു, നിന്നെ പിരിച്ചു വിട്ടിരിക്കുന്നു, ഇനി നിന്റെ ആവശ്യം എനിക്കില്ല, ഇനി ഒരു മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആളിന്റെ ആവശ്യമില്ല. ആ മനുഷ്യൻ ചോദിക്കുന്നു, അല്ല ഖലീഫ, എന്തിനാ എന്നെ പിരിച്ചുവിടുന്നത്? എന്റെ ഭാഗത്ത് നിന്നൊരു പോരായ്മയും ഉണ്ടായിട്ടില്ലല്ലോ. ആ സമയത്താണ് ഉമർ പറഞ്ഞു, ഇനി മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട, ഇനി മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട. എന്റെ താടിയിലെ ഒരു മുടി നരച്ചു, എന്റെ താടിയിലെ ഒരു മുടി നരച്ചു. ഈ രോമം എന്നെ മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുമെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മരണത്തെ കുറിച്ച് ഓർക്കുന്നത് നല്ലതാണ്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നാം പഠിച്ചത് റസൂലുള്ളാഹി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നാളെ പടച്ച റബ്ബിന്റെ പരലോകമുണ്ടല്ലോ. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ആ കോടതിയിൽ നാണം കെട്ട് വരുന്ന വിഭാഗത്തെ കുറിച്ചാണ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അവര് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ വൃത്തികെട്ടവരാണ്, അല്ലാഹുവിന്റെ കോടതിയിലെ ഏറ്റവും മോശമായവരാണ്. അവര് അല്ലാഹുവേ നാണം കെട്ട് നിന്നരായി നിസ്സാരന്മാരായി നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? ഈ ദുനിയാവിൽ കിടന്ന് അഹങ്കരിച്ചവരുണ്ടല്ലോ. അല്ലാഹുവേ, അഹങ്കാരികൾ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്നത് ഉറുമ്പിന്റെ രൂപത്തിലാണ്. ചെറിയ ചോനലുരുമ്പുണ്ടല്ലോ, ചെറിയ ചെറിയ ഉറുമ്പുണ്ടല്ലോ, ആ ഉറുമ്പിന്റെ കോലത്തില് മനുഷ്യന്റെ രൂപമാണ്. അവൻ ഏറ്റവും ചെറിയവനാണ്. ഇവൻ നാളെ പരലോകത്ത് നിന്യനായി, നിസാരനായി, വൃത്തികെട്ടവനായി, ഏറ്റവും മോശക്കാരനായി നാളെ അല്ലാഹു അവനെ പരലോകത്ത് കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ വിഭാഗം ആരാ? റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന സ്വഹാബാ, രണ്ട് മുഖമുള്ളവരുണ്ടല്ലോ, രണ്ട് മുഖമുള്ളവരുണ്ടല്ലോ. അത് മുനാഫിക്കിന്റെ സ്വഭാവമാണല്ലോ. കൂട്ടത്തിൽ കൂടുമ്പോൾ എല്ലാ കാര്യങ്ങൾക്ക് കൂടെ കാണും, മാറിക്കഴിഞ്ഞ കുളം കലക്കുന്നവനുണ്ടല്ലോ. അവൻ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ വൃത്തികെട്ടവനാ. അവനെ കണ്ടാ തന്നെ തിരിച്ചറിയാ, അവനെ കണ്ടാ തന്നെ തിരിച്ചറിയാ അവൻ മോശക്കാരുടെ കൂട്ടത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അല്ലാഹു ഒരു ഉത്തരവാദിത്വം കൊടുത്തു, അല്ലാഹു ഒരു അധികാരം കൊടുത്തു. ആ കൊടുത്ത അധികാരത്തിൽ വീഴ്ച വരുത്തുന്നവരുണ്ടല്ലോ. അല്ലാഹു എന്തെങ്കിലും ഒരു അധികാരം കൊടുത്തു, അത് പള്ളിയുടെ പ്രസിഡന്റ് ആകട്ടെ, സെക്രട്ടറി ആകട്ടെ, ഖത്തീബാകട്ടെ, നിങ്ങൾ ഓരോരുത്തരും വീടിന്റെ ഭരണാധികാരികളാണ്. നിങ്ങൾക്ക് അല്ലാഹു തന്നിരിക്കുന്ന ഈ ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലെ നശിച്ചവൻ നീയാ. നിന്നെ തിരിച്ചറിയാനുള്ള അടയാളമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ നാലാമത്തെ വിഭാഗമാരാ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, കിബിലയുടെ നേരെ തുപ്പുന്നവനുണ്ടല്ലോ, കിബിലയുടെ ഭാഗത്തേക്ക് തുപ്പുന്ന മനുഷ്യ. അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ നേരെ നിന്ന് തുപ്പുന്നവരാണല്ലോ. ആ കഅബാലയം പരിശുദ്ധമായ കിബിലയുടെ നേരെ നിന്ന് തുപ്പുന്നവൻ അത് നിസാര പാപമാണെന്ന് തെള്ളിക്കളയേണ്ട കാര്യമല്ല. ആ തുപ്പുന്ന തുപ്പുനീര് മുഴുവനും നിന്റെ മുഖത്ത് വന്ന് പെടുകയാണ്. എല്ലാം നിന്റെ മുഖത്ത് വന്നടിച്ചിട്ട് നാളെ ആ കോലത്തിൽ ഈ കാണുന്ന തുപ്പലുകൾ മുഴുവനും ചുമന്നുകൊണ്ട് പരലോകത്തേക്ക് ദുർഗന്ധമടിക്കുന്ന കോലത്തിൽ അല്ല നിന്നെ കൊണ്ടുവരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അഞ്ചാമത്തെ വിഭാഗമാരാ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അല്ലാഹു നിനക്ക് നൽകിയ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യയുടെ മണിയറ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ചെറുപ്പക്കാരാ, അന്യവനോട് പറഞ്ഞ് രസിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, ഭർത്താവിന്റെ രഹസ്യങ്ങൾ കാമുകനോട് പങ്കുവെക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ടവള് നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ 5 വിഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി 5 വിഭാഗം കൂടെയുണ്ട്. അല്ലാഹു ഈ കൂട്ടത്തിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. 6ാമത്തെ വിഭാഗമാരാ? 5 വിഭാഗം. 1 പറ, 1 അഹങ്കാരം, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 2 മുഖം. അതിനൊരു നാടൻ ഭാഷയുണ്ട്, മൈക്കി വെച്ച് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. ഈ 2 മുഖമുള്ളവർക്ക് നമ്മുടെ നാടിൽ നാടൻ പേരൊന്നുണ്ട്, അത് ഞാൻ പറയണില്ല, കാരണം പള്ളിയാ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കൂടി അളിയൻ്റെ കൂടെ നിന്നിട്ടെല്ലാം അല്ല, പിന്നെ പള്ളി അൽഹംദുലില്ലാ നല്ലതാ, വലുതാ, മറ്റേതാ, മറിച്ചതാ, അങ്ങോട്ട് മാറിയിട്ട് പിന്നെ എനിക്ക് വേറെ പണിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുൽ വജ്ഹൈൻ, 2 മുഖമുള്ളവൻ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 3ാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു ഒരു അധികാരം കൊടുത്തു, ഒരു അംഗീകാരം കൊടുത്തു, ഒരു ഉത്തരവാദിത്തം അല്ലാഹു ഏൽപ്പിച്ചു. ആ ഉത്തരവാദിത്തത്തിൽ വിട്ടുവീഴ്ച, ആ ഉത്തരവാദിത്തത്തിൽ പിഴവുകൾ വരുത്തുക, ന്യൂനതകൾ ചെയ്യുക. അല്ലാഹുവേ പടച്ചോൻ, എനിക്കൊരു ഉത്തരവാദിത്വം അല്ലാഹു ഏൽപ്പിച്ചിരിക്കുക. ജമാഅത്തിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു തന്നിരിക്കുന്ന അധികാരമാ, അല്ലാഹു നൽകിയിരിക്കുന്ന ഒരു അർഹതയുള്ള അംഗീകാരമാ. ആ അംഗീകാരം നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും, സ്വർഗത്തിൽ പോകും. ആര് കൊണ്ടുപോകും? പള്ളി. പെണ്ണും പിള്ളേ മക്കളൊന്നും വേണ്ട. പള്ളിയുടെ ജമാഅത്തിന്റെ സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ അംഗീകാരമാണ് ജമാഅത്തിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നൊക്കെ ഉള്ളത്. ഇത് നേരെ ചൊവ്വ നിങ്ങൾ സൂക്ഷിച്ചു കൊണ്ട് നടന്ന നിങ്ങളെ ഈ പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകും. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇല്ലെങ്കിൽ നാളെ അവിടെ വെച്ച് അറിയാം എങ്ങോട്ടാ പോകുന്നതെന്ന്. ഇതില്ല എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നേരെ നരകത്തിലേക്ക് പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4ാമത് പറഞ്ഞു, നിന്നിട്ട് നേരെ അങ്ങ് തുപ്പ മുമ്പിലേക്ക്. എങ്ങോട്ടാന്നൊന്നുമില്ല. അത് ഖിബലയുടെ പള്ളിക്കകത്തിരുന്നിട്ടാണെങ്കിലും തുപ്പിയിട്ടിങ്ങനെ പായിരടി ചുരണ്ടി വെക്കുക, ജനലി തട്ട, ഇതൊക്കെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖിബലയുടെ ഭാഗത്തേക്ക് തുപ്പുക. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. 5ാമത്തെ കാര്യം, 2 ഭാര്യമാരുണ്ട്. അല്ല, 5ാമത്തെ കാര്യം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയുടെ രഹസ്യങ്ങളൊക്കെ കടത്തണ്ടയിൽ ഇരുന്നിട്ട് ചർച്ച ചെയ്യുക. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി ഒരു 5 കൂടെയുണ്ട്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇരിക്കല്ലേ, ഒരു ബുദ്ധിമുട്ടുള്ളതുപോലെ. 5 ഏതിലോ പെട്ടെന്ന് തോന്നുന്നു എല്ലാവരും. 5 ഏതിലോ നമ്മുടെ പേര്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 6ാമത്തെ വിഭാഗമാരാം? 6ാമത്തെ വിഭാഗം അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാര്, പെണ്ണുങ്ങൾ കേൾക്കേണ്ട കാര്യമാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക്, നമ്മുടെ പെൺമക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയായിരുന്നു, മുത്തുനബി അവിടെന്ന് പറഞ്ഞു, തന്റെ സമുദായമുണ്ടല്ലോ, ജാഹിലിയ കാലഘട്ടത്തിലെ 4 ചടങ്ങുകളെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തില് ഏറ്റവും നശിച്ച 6ാമത്തെ വിഭാഗം ആരെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, സ്വഹാബാ, മരണ വീട്ടിൽ കിടന്ന് അട്ടഹസിച്ച് കരയുന്നവരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മരണ വീട്ടിൽ കിടന്ന് വിളിച്ചു കൂവുന്നവരുണ്ടല്ലോ, അട്ടഹസിച്ച് കരയുന്നവരുണ്ടല്ലോ, പടച്ചവനെ കരയണ്ട എന്ന് പറയുന്നില്ല, കരയണ്ട എന്ന് പറയുന്നില്ല. ആരായാലും കരഞ്ഞു പോകുമല്ലോ. ലോകത്തിന്റെ നേതാവ്, തന്റെ പ്രിയപ്പെട്ട പൊന്നാരമകൻ ഇബ്രാഹിം എന്ന പൊന്നുമോനുണ്ടല്ലോ, ആ പൊന്നാരമകന്റെ മയ്യത്ത് കൊണ്ട് ഖബറിലിറക്കി വെച്ചപ്പോ റസൂലുള്ള കരഞ്ഞല്ലോ.
അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൺകടം നിറഞ്ഞു പോയെന്ന് ചരിത്രം പറയുമ്പോ സ്വന്തം മക്കൾ മരിച്ചാ കരയാത്ത ഏത് വാപ്പയാവുള്ളത്? ചിന്തിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. നമ്മളെ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹുവേ നമുക്കൊന്നും ഒന്ന് ഓർക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. പടച്ചവനെ, ഇപ്പമ്മയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഉമ്മയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞാൽ, 10 കൊല്ലം മുമ്പ് 15 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ഉമ്മാനെ കുറിച്ച് പറഞ്ഞാൽ ഇപ്പോഴും കണ്ണ് നിറയുന്ന ചില മക്കളുണ്ട്. അല്ലാഹുവേ, വാപ്പ മരണപ്പെട്ട കരയാത്തതാരാവുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ കരയുന്നവരെ കുറിച്ചല്ല പറഞ്ഞത്, കരയുന്നവരെ കുറിച്ചല്ല പറയുന്നത്. പിന്നെ ആരെന്നറിയുമോ? ഈ മുടിയെല്ലാം മടിച്ചിട്ട് ഔറത്ത് പോലും തുറന്നു കിടന്നിട്ട് നെഞ്ചത്തടിച്ച് വിളിച്ചു പോകുന്ന പെണ്ണേ, നിന്നെ കുറിച്ചാ റസൂലുള്ള പറഞ്ഞത്. നാളെ പടച്ചറബിന്റെ പരലോകത്തില് നിന്നിരായി പോകുന്ന 6ാമത്തെ വിഭാഗം അവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ജാഹിലിയ കാലഘട്ടത്തിലെ 4 സ്വഭാവങ്ങളെ കുറിച്ച് പ്രവാചകൻ പറയുകയാണ്. അവർക്കുണ്ടായിരുന്ന 4 സ്വഭാവമുണ്ട്. ഒന്ന്, അൽ ഫഖ്റു ഫിൽ ഇഹ്സാൻ, കുലമഹിമ പറയുന്ന ഒരു ഗുണം ജാഹിലിയ കാലഘട്ടത്തിലെ ജനങ്ങൾക്കുണ്ടായിരുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറയുക, തന്റെ സമുദായത്തിന്റെ ജാഹിലിയ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് 4 ഗുണങ്ങൾ, 4 കാര്യങ്ങൾ അവർ പറയുമായിരുന്നു. ഒന്നാമത്തെ കാര്യം കുലമഹിമയെക്കുറിച്ച്. അങ്ങനെയാണല്ലോ, അങ്ങനെ അങ്ങോട്ട് തലമുറകളെ കുറിച്ചൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുക. രണ്ടാമതായിട്ട് അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തറവാടിത്തത്തെ കുറിച്ച് എടുത്തെടുത്ത് പറയുക. അങ്ങനെ ഏത് തറവാട്ടുകാരാ ഇങ്ങനെ മഹിമ പറയുക. മൂന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഈ നക്ഷത്രങ്ങളൊക്കെ നോക്കിയിട്ട് മഴയുടെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നൊരു ഗുണം. നാലാമതായിട്ട് അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു മരണ വീട്ടിൽ കിടന്ന് അട്ടഹസിച്ച് കരയാൻ. അങ്ങനെ കരയാൻ വേണ്ടി ആൾക്കാർ നിർത്തും. തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ടെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. ഒരു വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വണ്ടി ആള് വരും. എന്തിന് പറ? കരയാൻ. കാരണം ആരെങ്കിലൊക്കെ കരയാൻ വേണ്ടേ? ആരെങ്കിലൊക്കെ കരയണമെങ്കിലല്ലേ അതൊരു മരണവീടാകൂ. ആ കരച്ചലെന്ന് പറഞ്ഞ പടച്ചോനെ, സത്യത്തിൽ കരച്ചൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സങ്കടം വന്നാൽ നമുക്ക് കടന്ന് വിളിച്ചു പോകാൻ പറ്റൂല. ഒരുപാട് സങ്കടം വന്നു കഴിഞ്ഞാൽ വിളിച്ചു പോകാൻ പറ്റൂല. നമ്മൾ നിശബ്ദരായിരുന്നു പോകും. ഇങ്ങനെ അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് കേട്ടപ്പോൾ ഉസ്മാന് തങ്ങൾ വീണുപോയി. അലിയാര് തങ്ങൾ സംസാരിക്കണില്ല. സഹാബത്തൊക്കെ ഇങ്ങനെ ഇരിക്കുക. അവർക്കൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാതെ, ശബ്ദം പോലും വരാതെ, വെറുതെ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം മാത്രം വരുന്നുണ്ട്. ഒരുപാട് സങ്കടം വന്നു കഴിഞ്ഞാൽ പടച്ചോൻ നമുക്കൊരിക്കലും വിളിച്ചു പോകാൻ പറ്റൂല. നമ്മൾ എന്ത് ചെയ്യും? ആ സമയത്ത് ഇങ്ങനെ ഇരുന്ന് ഉരുകും. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ വീടുകളിലൊക്കെ മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ മയ്യത്തൊക്കെ എടുക്കുന്ന സമയത്തുള്ള വിളിയൊക്കെ കേൾക്കണം. മയ്യത്തെടുക്കുന്ന സമയത്തൊക്കെ കിടന്നുള്ള ഒരു വിളിച്ചുകൂവൽ ഇല്ലാത്തതാണ്, അട്ടഹസിച്ച്. അതൊരു ചില വീടുകളിലൊക്കെ അതൊരു ഫാഷനായിട്ട് ഈ മയ്യത്തെടുക്കുമ്പോൾ അവസാന സമയത്ത് കഫമൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് കുളിപ്പിച്ച് മയ്യത്ത് കൊണ്ട് വെച്ചതിന് ശേഷം പിന്നെ കാണാനുണ്ടെങ്കിൽ ഒന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നിനെ കൊണ്ടുവരും. ആ ആൾക്കാരെല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് ആ മയ്യത്തിൻ്റെ മുകളിൽ കിടന്നിട്ടൊരു വിളിയുണ്ട്. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത വിളി. ചിലർ വിഷമം കാരണമാണ്, പക്ഷെ ചിലതൊക്കെ ഇത്തിരി ഓവറാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ ഈ മയ്യത്ത് കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞ് നോക്കി അപ്പുറത്തിരുന്ന് കാര്യം പറഞ്ഞിട്ടിരിക്കുന്നതാണ്. ജനാസ കൊണ്ടുപോയി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെയൊക്കെ ഇരിക്കും. അൽഹംദുലില്ലാഹ്, എത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ അവസ്ഥയും ചിരിക്കൊന്നും വേണ്ട, നമ്മുടെ അവസ്ഥ ഇതൊക്കെ തന്നെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബറിൻ്റെ ചാരത്ത് മയ്യത്തൊക്കെ കൊണ്ട് അടക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു. അസ്സലാമു അലൈക്കും യാദാറക്കോമിന് മുഅ്മിനി. ഓടുകയല്ല, ആരാ പോകുന്നത്? സത്യം പറഞ്ഞാൽ മയ്യത്ത് കൊണ്ടുപോയി ഖബറടക്കിയിട്ട് ആ ഖബറിൻ്റെ ചാരത്ത് നിൽക്കണം കുറച്ചു നേരം. വാപ്പാടെ മയ്യത്ത് കൊണ്ട് ഖബറടക്കുന്ന മക്കൾ, ഉമ്മയുടെ മയ്യത്ത് കൊണ്ട് ഖബറടക്കുന്ന മക്കൾ കുറച്ചു നേരം ഖബറിൻ്റെ ചാരത്ത് നിൽക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടവരുടെ മണ്ണർ അള്ളാഹു മണീറാക്കി കൊടുക്കുമാറാകട്ടെ. ഖബറടക്കിയിട്ട് എല്ലാവരും പോയാലും മക്കൾ ഇത്തിരി നേരം നിൽക്കണമെന്നാ. ഇപ്പം ആരെങ്കിലും നിൽക്കുമോപ്പാ? ഈ കാണുന്ന പായിപ്പാട് ഖബർസ്ഥാനിൽ നിന്ന് ഏറ്റവും അവസാനം പോകുന്ന വ്യക്തി ആരായിരിക്കും? എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? ഈ പള്ളിപ്പറമ്പിൽ ഒരു മയ്യത്ത് ഖബറടക്കിയാൽ ഏറ്റവും അവസാനം പോകുന്ന വ്യക്തി ആരാ?
ഖബർ വെട്ടുന്നവൻ അവൻ എന്തിനാ അവിടെ നിൽക്കണേ? എന്തിനാ നിൽക്കണേ? മമ്മട്ടി എടുക്കണ്ടേ? മണ്ണൊക്കെ ചുരണ്ടി കഴിഞ്ഞു, അത് കഴിഞ്ഞു. മോനോ? അപ്പൊ ഒന്നാമത് പോയിട്ടുണ്ടാവും. പാപ്പാനെ മയ്യത്ത് കൊണ്ട് കബറി വെച്ചിട്ട് ഒന്നാമത് പോയതാരാ? മോൻ. അവനെ താങ്ങിക്കൊണ്ട് പോയി. എങ്കിൽ മോൻ പോകരുത്, മോൻ പോകരുത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു 40 ആയത്തിന്റെ സമയം, ഖുർആനിലെ 40 ആയത്ത് ഓതുന്ന സമയം ഒരു 5 മിനിറ്റ് ആ ഖബറിന്റെ ചാരത്ത് നീ ഒറ്റയ്ക്കൊന്ന് നിൽക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു? ജീവിച്ചിരിക്കുന്നവരെ കേൾക്കുന്നതിനേക്കാളും നല്ലതുപോലെ മരിച്ചവർ കേൾക്കുന്ന നമ്മുടെ ചെരുപ്പിന്റെ ശബ്ദം നമുക്ക് ആർക്കെങ്കിലും കേൾക്കാൻ പറ്റുമോ? കേൾക്കാൻ പറ്റുമോ? നടക്കുന്ന ശബ്ദം കേൾക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? പക്ഷെ ആര് കേൾക്കും? ഖബറിൽ കിടക്കുന്നവൻ 7 എണ്ണം എണ്ണയാ മതി. 7 കാൽച്ചുവട് കഴിയുമ്പോഴാ മുൻകറും നക്കീറും വരുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഖബറിൽ കൊണ്ടുവച്ച് പലകയൊക്കെ വെച്ച് മണ്ണിട്ട് മൂടി യാസീൻ ഓതി എല്ലാവരും പോകുമ്പോ ഈ മനുഷ്യൻ ഖബറിൽ കിടന്ന് നോക്കും. തോണ്ടാ ഷാജി പോകുന്നുണ്ട്, ഇന്നലെ വരെ തോളി കൈയിട്ട് നടന്നവനാ, പോട്ടെ പോട്ടെ. അങ്ങനെ ഓരോ ആൾക്കാരിങ്ങനെ പോകുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ പോയി, എൻ്റെ അയൽവാസി പോയി, എൻ്റെ ചങ്ക എന്ന് പറഞ്ഞവൻ പോയി, എൻ്റെ മരുമോൻ പോയി, എല്ലാവരും ഇങ്ങനെ പോയി. അപ്പോൾ ഓരോ മനുഷ്യനിങ്ങനെ പോകുന്നത് ഇയാൾ ഖബറിൽ കിടന്ന് കാണുക. അൽഹംദുലില്ലാ, എല്ലാവരും പോയാലും എൻ്റെ മോൻ പോയില്ലല്ലോ. ഖബറിൽ കൊണ്ടുവന്ന് എന്നെ ഇട്ടിട്ട് പോണവരൊക്കെ പോട്ടെ, എൻ്റെ മോൻ ഇവിടെ നിന്നല്ലോ. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ മനുഷ്യൻ അവൻ്റെ 7 ചുവട്ടടി അങ്ങോട്ട് മാറിയാലുടൻ അതാ മുൻകറും നക്കീർ എന്ന് പറയുന്ന 2 മലക്കുകൾ ഖബറിലേക്ക് ഇറങ്ങി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവര് ഖബറിന്റെ അകത്ത് അങ്ങോട്ട് വന്നിട്ട് നമ്മളെല്ലാം അവിടെ നിൽക്കുക, നമ്മളെല്ലാവരും വെള്ളം ഒഴിച്ചിട്ട് അവിടെ നിൽക്കുക. അപ്പൊ തന്നെ ഖബറിന്റെ അകത്ത് 2 മലക്കുകൾ വന്നിട്ട് ഈ മുൻകറും നക്കീറും വന്നിട്ട് മൻ റബ്ബുക മൻ ദീനുക എന്ന് ചോദിക്കുമ്പോ ഒറ്റയ്ക്കാണെങ്കിൽ പേടി തോന്നും. തൻ്റെ മക്കൾ മുകളിൽ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു ധൈര്യം, അൽഹംദുലില്ലാ, മനസ്സിനൊരു സമാധാനം. അതുകൊണ്ടാ 40 ആയത്ത് ഓതുന്ന സമയം ഒറ്റയ്ക്കെങ്കിലും നിന്നൊരു യാസീൻ ഓതാൻ പറഞ്ഞത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുന്ന 6ാമത്തെ നശിച്ചവരാരാ? അള്ളാഹുവേ, മുത്തുനബി പറയുകയാണ്, മരണ വീട്ടിൽ കിടന്ന് അട്ടഹസിച്ച് കരയുന്ന മുസ്ലിമേ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, നിനക്ക് നാളെ തിരിച്ചറിയാനുള്ള അടയാളം എന്തെന്നറിയുമോ? ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു വസ്ത്രമാണ് നിനക്കല്ല ധരിക്കാൻ തരുന്നത്. ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു വൃത്തികെട്ട വസ്ത്രവും ധരിച്ചിട്ടാണ് മരണ വീട്ടിൽ കിടന്ന് അട്ടഹസിച്ച് കരയുന്നവർ നാളെ പരലോകത്ത് വരുന്ന രംഗം അങ്ങനെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ 7ാമത്തെ വിഭാഗം ആരെന്നറിയുമോ? റസൂലുള്ളാഹി പറയുകയാ, 2 ഭാര്യമാരുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഇദാ കാന ഇൻദ റജുലി ഇംറഅതാനി ഫലം യഅദിൽ ബൈനഹുമാ ജാ യൗമൽ ഖിയാമ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, 2 ഭാര്യമാരുണ്ട്. ആ 2 ഭാര്യമാർ 2 പെണ്ണുങ്ങളെ വിവാഹം കഴിച്ചു. എന്നിട്ട് ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ് കാണിക്കുന്ന മനുഷ്യ, നാളെ നിന്റെ ഒരു സൈഡ് മുഴുവനും ചരിഞ്ഞവനായി അള്ളാഹു നിന്നെ പരലോകത്ത് കൊണ്ടുവരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. 2 ഭാര്യമാര് 2 വിവാഹം കഴിച്ചവരുണ്ട്. അള്ളാഹുവേ, ആദ്യമായിട്ടൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു. അവര് 2ഉം 3ഉം മക്കളെ പ്രസവിച്ചു. അവള് രോഗിയായി. ഗ്ലാമറൊക്കെ നഷ്ടപ്പെട്ടപ്പോ ഒരു ചെറുപ്പക്കാരി എവിടെയെങ്കിലും പോയി വിവാഹം കഴിച്ചു, വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ സമയത്ത് പഴയ ഭാര്യ നിനക്ക് വേണ്ട, 2ാമത്തെ ഭാര്യ പുതുമണവാട്ടിയാണല്ലോ, അവള് ചെറുപ്പക്കാരിയാണല്ലോ. ആ ഭാര്യയുടെ ഇടയിൽ വേർതിരിവ് കാണിച്ച നാളെ നിന്നെ പരലോകത്ത് വെച്ചെല്ലാവരും തിരിച്ചറിയും. നീ അവിടെ നിന്നിനാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 2 വിവാഹം കഴിച്ചു, 2 അല്ല 4 വരെ കഴിക്കാം, അല്ലേ? കഴിച്ചൂടെ? എന്താ ഒരു പിണക്കമുള്ളത് പോലെ 4 വിവാഹം കഴിക്കാം. 4 മാർക്ക് വേണമെങ്കിലും 4 വിവാഹം കഴിക്കാം. പക്ഷേ ആ 4നെയും ഒന്നുപോലെ കൊണ്ടു നടക്കാൻ നീ പഠിക്കണം.
ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസർ കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും പോകും. എല്ലാ ഭാര്യമാരുടെ വീട്ടിലും സിയാറത്ത്. എല്ലാ ഭാര്യമാരുടെ വീട്ടിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകും. ഓരോ ദിവസം ഓരോ ഭാര്യമാരുടെ വീട്ടിൽ പ്രവാചകൻ അവർക്ക് അങ്ങനെ ഓരോ ദിവസം ഇന്ന ദിവസം ആയിഷ, ഓരോ പ്രവാചകന്റെ ഓരോ ഭാര്യമാർക്കും അങ്ങനെ ഓരോ ദിവസമുണ്ട്. പ്രവാചകൻ അവിടെ പോകും. എല്ലാവരോടും തുല്യമായിട്ട് വേർതിരിവൊന്നും കാണിക്കില്ല. അങ്ങനെ വേർതിരിവ് കാണിക്കുന്നവർ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നവിടെ കെട്ടും ഒന്ന് ഇവിടെ കെട്ടും, കെട്ടി നടക്കുക, തിരിഞ്ഞുപോലും നോക്കില്ല. എവിടെയെങ്കിലൊക്കെ പോയി ഒന്നും രണ്ടും മക്കളുണ്ടാക്കി കൊടുക്കുക, എന്നിട്ട് മുങ്ങി നടക്കുക. അതൊരു സ്വഭാവം. പെണ്ണുങ്ങളുടെ സ്വർണവും പൈസ അടച്ചോണ്ട് പോവാ. ഇങ്ങനെ ഇവനൊക്കെ എന്താകും നനച്ചുയ്ക്ക്. അല്ലാഹുവേ, എത്രയോ സഹോദരിമാര് കരയുന്നുണ്ട്. കെട്ടിയിട്ടു പോയി ഉസ്താദെ, വർഷങ്ങളായി, എവിടാണെന്ന് പോലും അറിയില്ല. കിടന്ന് വാടക വീട്ടിൽ കിടന്ന് നരകിക്കുന്നവരുണ്ട്. അല്ലാഹുവർക്കൊക്കെ സമാധാനം നൽകുമാറാകട്ടെ. വലിയ വിഷമം. ഒരു സഹോദരി, ഉസ്താദ്, ഞാൻ എൻ്റെ ഭർത്താവിന് എന്തൊക്കെയോ എൻ്റെ വീട്ടുകാർ മുഴുവനും തലാഖ് ഒഴിവാക്കാൻ പറഞ്ഞിട്ടും ഞാൻ എൻ്റെ ഭർത്താവ് എന്നെങ്കിലും ഒന്ന് നന്നാകുമെന്ന് പറഞ്ഞ് എൻ്റെ ആയുസ് മുഴുവനും എൻ്റെ ഭർത്താവിന് വേണ്ടി മാറ്റിവെച്ചു. എന്നിട്ട് അവസാനം അയാൾ കളഞ്ഞിട്ട് പോയല്ലോ. ഇപ്പം എൻ്റെ വീട്ടുകാർ പറയുന്നു ഒഴിവാക്കാൻ. എന്തൊരു വിഷമം ഉസ്താദെ. എത്രയോ സഹോദരിമാർ കിടന്ന് വിലപിക്കുന്നവരുണ്ട്. ആണുങ്ങളങ്ങനെ ആകരുത് സഹോദരങ്ങളെ. നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ അങ്ങനെ ഈ 2-3 കിട്ടുന്നവരെയൊന്നും കാണാൻ തന്നെ ഇല്ല. നമ്മുടെ നാട്ടിലങ്ങനെ ആരെങ്കിലും കെട്ടിയാൽ അവരെ വേറെ രീതിയിലാണ് കാണുന്നത്. ഒന്നോർത്താ അങ്ങോട്ടൊക്കെ പൊക്കഴിഞ്ഞ് അങ്ങനൊന്നും ഇല്ല, ഇങ്ങനെ കെട്ടുക. എന്നാലും വിവാഹം കഴിച്ചിട്ട് നല്ല നിലയിൽ കൊണ്ടുപോകുന്നവരുമുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ 2 വിവാഹം കഴിച്ചു. ഭാര്യമാരുടെ ഇടയിൽ വേർതിരിവ് കാണിക്കുന്നവൻ, അവൻ നാളെ വരുമ്പോൾ അവൻ്റെ ഒരു ഭാഗം ഇങ്ങനെ തളർന്നിരിക്കുമെന്ന്, ഒരു ഭാഗം ഇങ്ങനെ ചരിഞ്ഞവനായ രീതിയിൽ അവന് പരലോകത്ത് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ